അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ സാറിനെ നിങ്ങളെല്ലാവരും കൂടെ എപ്പോഴും പരിഹാസ കഥാപാത്രമായിട്ടാണ് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ അത്ര പരിഹാസ കഥാപാത്രമൊന്നുമല്ല. അദ്ദേഹം ഉന്നയിക്കുന്ന മുനവെച്ചുള്ള അസ്ത്രം കണക്കുള്ള ചോദ്യങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ കഴിയാത്ത നിസ്സഹായതയാണ്. പരിഹാസം പരാജയത്തിന്റെ ആയുധമാണ്. മറുപടി ഉണ്ടെങ്കിൽ പറയുക. അതിന് പകരം അദ്ദേഹത്തിന് വർഗീയവാദിയും തീവ്രവാദിയും ഭീകരവാദിയാക്കിയതുകൊണ്ട് കാര്യമില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ടോ? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എത്ര പ്രസക്തമാണ്. 1977 മുതൽ ഇന്നിതുവരെ ഗുരുവായൂരിന്റെ എംഎൽഎമാരാ സത്താർ മുതൽ പോക്കർ മുതൽ ജബ്ബാർ വരെ അവിടുത്തെ എംഎൽഎമാരാ. അത് വേറെ ആൾക്ക് മത്സരിക്കണ്ടേ? വേറെ ആരും ആ നാട്ടിലില്ലേ? മോശം 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 മോശം. ഇത് ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ സാറിനെ നിങ്ങൾ ഭീകരവാദി തീവ്രവാദിയാക്കുന്നത് ശരിയായ നയമല്ല. എന്നാലൊരു കാര്യം ഞാൻ പറയട്ടെ. എന്നോട് കഴിഞ്ഞ ദിവസം പാലാ എന്നൊരാൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അൻസാരി സാറേ, 1965 മുതൽ 2019 വരെയുള്ള സുദീർഘമായ കാലയളവ് ഏറ്റവും കൂടുതൽ നിയമസഭയിൽ സാമാജികനായി ഇരുന്നിട്ടുള്ള MLA മാണി സാറാണ്. നീണ്ട 52 കൊല്ലം അദ്ദേഹം പാലായുടെ MLA ആയിരുന്നു. വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? ഇല്ല, പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. മാണി സാർ മരിച്ചതിന് ശേഷം പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ആരാണ് അവിടുത്തെ MLA ആയത്? മാണി സി കാപ്പൻ. ഇപ്പൊ BJPയുടെ തന്നെ പ്രതിനിധിയായിട്ട് മത്സരിക്കാൻ പോണ ആരാ? PC ജോർജിന്റെ മകനായ ഷോൺ ജോർജ്. അവിടെ വേറെ ആരും ഇല്ല മത്സരിക്കാൻ. മണ്ടാരം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്നെ ആകെപ്പാടെ കുഴച്ചു കളഞ്ഞു. മണ്ടാരം വർഗീയത തൊലയട്ടെ. എടപെടാ